ഞാൻ മദർസയിൽ പഠിപ്പിച്ചിട്ടുള്ളൊരു മോൻ വെള്ളിയാഴ്ച ദിവസം ഖുത്ബക്ക് ഇങ്ങനെ നോട്ടുണ്ടാക്കുന്ന സമയത്താണ് വാട്സപ്പിൽ ഇങ്ങനെ ന്യൂസ് വരുന്നത്. ഇങ്ങനെ നീന്താൻ പോയിട്ട് കുട്ടി മുങ്ങി മരിച്ചിട്ടുണ്ട്. അതിനേക്കാൾ സങ്കടം ആ മുങ്ങി മരിക്കുന്ന വീഡിയോ നമ്മൾ ഇന്നത്തെ ഈ എല്ലാ നാട്ടുവാർത്തകളിലൊക്കെ എന്ത് ചെയ്യും, ഈ CCTV കുടിയൊക്കെ ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോ ആ കുട്ടിയുടെ ഉമ്മ കാണാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം. അല്ലാണ്ട് സങ്കടം. നിങ്ങൾ ചെറിയ മോൻ അല്ലെ, ചില ആൾക്കാർ മരണപ്പെടുമ്പോ നമ്മൾ തന്നെ ചോദിക്കാറുണ്ട് എന്തിനാ ഇപ്പോ ആ ആളെപ്പോ മരിപ്പിച്ചെന്നൊക്കെ തോന്നാറുണ്ട് അല്ലെ. ആ കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ മരിപ്പിച്ചാൽ പോരായെന്നൊക്കെ തോന്നും. ഒരു പണ്ഡിതനും ഒരു ആ മനുഷ്യനിങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ മരിച്ചു വീട്ടിൽ നിന്ന് ഇങ്ങനെ കരച്ചിൽ കേൾക്കുകയാണ്. കരച്ചിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൂടെയുള്ള മനുഷ്യൻ ചോദിച്ചു, ദൈവം എന്തൊരു ക്രൂരനാണല്ലേ. അപ്പൊ പണ്ഡിതൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്, ദൈവം ഒരു ക്രൂരനാണെന്ന്. അപ്പൊ മനുഷ്യൻ പറയാണ്, ആ വീട്ടിലെ ഗ്രഹനാഥനാണല്ലോ മരണപ്പെട്ടു പോയിട്ടുള്ളത്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മരിപ്പിച്ചാ പോരായിരുന്നോ അള്ളാഹുവിനെന്ന് ചോദിച്ചപ്പോ ആ പണ്ഡിതൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഒരു മനുഷ്യന് എപ്പോഴാണ് അല്ലെ അവന്റെ അല്ലെ ആഗ്രഹങ്ങൾ തീരുക, ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിട്ട് മരിച്ചാൽ പോരെന്ന് ചോദിക്കുന്നുണ്ട്, ആഗ്രഹങ്ങളൊക്കെ എപ്പോഴാ മനുഷ്യന് തീരുക. നമ്മളോട് ചോദിക്കാണ്, നമുക്ക് എന്താ ഏറ്റവും വലിയ ആഗ്രഹം ചോദിക്കാം, എന്താ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളോട് ചോദിച്ചാൽ എന്താ പറയാ, ഒരാഗ്രഹം ഉണ്ടാവൂലേ, ഒന്നെങ്കിൽ വീട് വെക്കുക, കാറ് വാങ്ങാൻ. ഈ ആഗ്രഹം കഴിഞ്ഞാൽ പിന്നെ എന്റെ ആഗ്രഹം തീർന്നു എന്ന് പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്? ഇല്ലല്ലോ, അടുത്ത ആഗ്രഹം വരൂലേ, അടുത്ത ആഗ്രഹം വരും. ഇങ്ങനെ മനുഷ്യൻ എപ്പോഴാണ് ആഗ്രഹങ്ങൾ തീരുക? ഒരിക്കലും തീരില്ല. തീർന്നിട്ട് ഈ ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയം ഉണ്ടാവും, ഒരു അവസരം ഉണ്ടാവും, ഒരു സംഗതി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ആ മനുഷ്യനെ കൊണ്ടുപോകും. ആ മനുഷ്യന് എത്ര ആയുസ്സാ നമുക്ക് പറയാൻ പറ്റൂല.